എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ തയ്യാറാക്കാൻ പോകുന്നത് വെള്ളരിക്ക ഉരുളക്കിഴങ്ങ് കറിയാണ്. എങ്ങനെ തയ്യാറാക്കണമെന്ന് നോക്കാം. വെള്ളരിക്ക വേവിക്കാൻ വേണ്ടി നമുക്ക് ഇട്ട് കൊടുക്കാം. വെള്ളരിക്കയുടെ തൊലി കളയരുത്. തൊലി കളയാതെ ഇതുപോലെ ചെറുതാക്കി അരിഞ്ഞെടുക്കണം. ഉരുളക്കിഴങ്ങ് അരിഞ്ഞത്, തക്കാളി, പച്ചമുളക് ഇട്ട് ആവശ്യത്തിന് വെള്ളം ഒഴിച്ച് വേവിച്ചെടുക്കുക. വെള്ളരി വെന്ത് വരുമ്പോഴേക്കിന് നമുക്ക് തേങ്ങ വറുത്തെടുക്കാം. തേങ്ങ വറുക്കുന്നതിന് വേണ്ടി കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കുക. തേങ്ങ ഇട്ട് കൊടുക്കുക. അതിൻ്റെ കൂടെ തന്നെ ഒരു 3 ചെറിയ ഉള്ളി അരിഞ്ഞെടുത്തത്, 3 അല്ലി വെളുത്തുള്ളി നീളത്തിൽ അരിഞ്ഞത്, കുറച്ച് വേപ്പിലയും കൂടി ഇട്ട് കൊടുക്കുക. നമുക്കൊന്ന് വറുത്തെടുക്കാം. തേങ്ങ നല്ലപോലെ മുരിഞ്ഞ് വന്നിട്ടുണ്ട്. അതിലേക്ക് 2 സ്പൂണ് മുളക് പൊടി, 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുത്ത്, ഗരം മസാല ഒരു 1/4 ടീസ്പൂൺ ഇട്ട് കൊടുക്കുക. സ്പൂണ് മല്ലിപ്പൊടി. തേങ്ങയും മസാലയൊക്കെ നല്ലപോലെ മുരിഞ്ഞ് വന്നിട്ടുണ്ട്. ഇതൊന്ന് മിക്സിയിലിട്ട് അരച്ചെടുക്കുക. തേങ്ങ നല്ലപോലെ ചൂടാറിയിട്ടുണ്ട്. ഇതൊന്ന് അരച്ചെടുക്കുക. നമുക്കൊന്ന് തുറന്നു നോക്കാം. ആവശ്യത്തിനുള്ള ഉപ്പ് ഇട്ട് കൊടുക്കാം. ഇത് വാളംപുളി പിഴിഞ്ഞെടുത്ത വെള്ളമാണ്. തേങ്ങ അരച്ച് വെച്ചത് നമുക്കിതിലേക്ക് ചേർത്ത് നല്ലപോലെ ഒന്ന് ഇളക്കി യോജിപ്പിച്ച് കൊടുക്കാം. തിളക്കുന്നത് വരെ അടച്ച് വെക്കാം. കറി താളിക്കുന്നതിന് വേണ്ടി കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കുക. എണ്ണ ചൂടായി വന്നിട്ടുണ്ട്. അതിലേക്ക് ഒരു 1/4 ടീസ്പൂൺ പെരിഞ്ജീരകം ഇട്ട് കൊടുക്കുക. അതിൻ്റെ കൂടെ തന്നെ 1/4 ടീസ്പൂൺ കടുക് ഇട്ട് കൊടുക്കുക. കടുകൊക്കെ പൊട്ടി വന്നിട്ടുണ്ട്. അതിലേക്ക് കുറച്ച് കറിവേപ്പില, വെള്ളരിക്ക ഉരുളക്കിഴങ്ങ് കറിയൊക്കെ റെഡി ആയിട്ടുണ്ട്. അതിലേക്ക് നമുക്ക് താളിപ്പ് ഒഴിച്ച് കൊടുക്കാം. വെള്ളരിക്ക ഉരുളക്കിഴങ്ങ് കറി റെഡി ആയിട്ടുണ്ട്. എല്ലാവരും ഒന്ന് വീട്ടിൽ ട്രൈ ചെയ്ത് നോക്കുക.